പ്രൈസ് ഗാഡ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ആക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ജീവിതത്തില് നിത്യജീവന്റെ അവകാശം, നിത്യജീവന്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. നാം തകർന്നും നശിച്ചും ശൂന്യമായി പോവുക എന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ക്രിസ്തുവേശു മുഖാന്തരം നാം അനുഗ്രഹിക്കപ്പെട്ടവരായി നിലനിൽക്കുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. ഒരിക്കൽ അനുഗ്രഹിക്കപ്പെടുക പിന്നെ തകർന്നു പോവുക എന്നതല്ല കർത്താവിന്റെ പദ്ധതി. നാം അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കുതിക്കുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ അവസ്ഥ എന്തുമാണ്, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാണ്, അതിനകത്ത് നമ്മുടെ അകത്ത് ക്രിസ്തുവേശുവിലാണ് ഞാൻ എന്നുള്ള ബോധ്യം. അതെ, ക്രിസ്തുവിലായ ഞാൻ ഒരു കാരണവശാലും തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല എന്ന ബോധ്യം നമ്മുടെ അകത്ത് ഓരോ നാളും നമ്മളെ പറയണം. ചുറ്റുപാടുകളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടേക്കാം, കേട്ടേക്കാം, സാധ്യതകളുണ്ട് അതിന്. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാന്നുള്ള പൂർണ്ണമായ ബോധ്യം നമ്മുടെ അകത്ത് ഓരോ നാളും ശക്തമായി ബലപ്പെടണം. അതെ, ആ ബോധ്യമാണ് നമുക്ക് ഓരോ നാളും ദൈവവചന കേൾവിയിലൂടെ ഉണ്ടാകേണ്ടത്. വിടുവിക്കപ്പെടാനുള്ള പ്രവചനം കേട്ട് നാളുകൾ കഴിച്ച് തള്ളി നീക്കാനല്ല, വിടുവിക്കപ്പെട്ടു എന്ന അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുക എന്നുള്ളത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞു വരുവാനിരിക്കുന്ന രക്ഷ, പക്ഷെ അപ്പോസ്തലന്മാർ പറഞ്ഞു വന്ന രക്ഷ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് പറയാനുള്ളത് വരാനിരിക്കുന്നതിനെ കുറിച്ചല്ല, വന്നതിനെ കുറിച്ചാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, അനുഗ്രഹിച്ചിരിക്കുക. ആ ഒരു അറിവ് നമ്മുടെ അകത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മനോഭാവം മാറും. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കും, ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകട്ടെ, ക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ആമേൻ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിട്ടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുക. ഞാൻ പുത്രന്റെ രാജ്യത്തിലാണെന്നുള്ള ബോധ്യമാണ് നമ്മളെ വാഴുന്നത്. അതിനെ നിരാശപ്പെടുത്താൻ, തള്ളിക്കളയാൻ, അതിനെ ചോദ്യം ചെയ്യിക്കാനായിട്ട് പല സമ്മർദ്ദങ്ങളും ചുറ്റും എഴുന്നേറ്റേക്കാം. പക്ഷെ നമ്മൾ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കരുത്, ആ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കരുത്. നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടാകട്ടെ, ഹല്ലേലൂയ, ക്രിസ്തു മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, തേജസ്കരിക്കപ്പെടുക. നമുക്കറിയാം, നമ്മള് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ കർത്താവ് തന്റെ സാദൃശ്യപ്രകാരം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ദൈവം തന്നോട് തന്നെ പറഞ്ഞ കാര്യം, ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞവനായ ദൈവം അവിടെ കൊണ്ട് നിർത്തി. 27-ാം വാക്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. 28-ാം വാക്യത്തിൽ അവൻ അവരെ അനുഗ്രഹിച്ച് അവരോട് താൻ എന്താണോ 26-ാം വാക്യത്തിൽ പറഞ്ഞത് അത് മനുഷ്യനോട് പറയുക. സകലത്തിന്റെ മേലും വാഴാൻ, സകലത്തിന്റെ മേലും അടക്കി, സകലത്തിന്റെ മേലും വാഴാനായിട്ട് ആദമിനെ ഹവ്വയോടും കർത്താവ് കൽപ്പിച്ചു എന്ന വചനത്തിൽ കാണും. എന്നാൽ സങ്കീർത്തനം 8-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടത് അവൻ എന്തുമാത്രം. കാരണം അവൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ മറ്റുള്ളതിന്റെ വലിപ്പത്തെയും സൗന്ദര്യത്തെയും ഒക്കെ നോക്കുമ്പോൾ മനുഷ്യനൊന്നുമില്ല. പക്ഷെ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. 8-ാം അധ്യായം 5-ാം വാക്യം. 6-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കി. ഇത് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി സൃഷ്ടിച്ചു. അപ്പൊ ആദമിനെ അണിയിച്ചു, മഹത്വം ഉടിപ്പിച്ചു, മഹത്വം അണിഞ്ഞവനായി. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നടക്കുമ്പോൾ മഹത്വം അണിഞ്ഞവരായിട്ടാണ് നടക്കുന്നത്, മഹത്വം അണിഞ്ഞവരായി.
അവിടെ പുറമേ കണ്ടാൽ അവർ ഗ്ലോറിയസ് ബോഡിയാണ്. എന്നാൽ മഹത്വം അണിഞ്ഞിരുന്നവരായ ആദമിനെ ഹവ്വയെയും പിശാച് തന്റെ തന്ത്രത്താൽ ചതിച്ചു, ഉപായത്താൽ ചതിച്ചു. അതാണ് പൗലോസ് പറയുന്നത്, പാമ്പ് ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പൊ ഉപായത്താലാണ് ഹവ്വയെ സർപ്പം ചതിച്ചത്. എന്നാൽ ആ ചതിയിലൂടെ റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അപ്പൊ തേജസ് ധരിച്ചിരുന്നവനായ ആദം, തേജസ്സിനാൽ മൂടപ്പെട്ടിരുന്നവനായ ആദം, അവൻ പാപം ചെയ്തപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപം ചെയ്തു. അപ്പൊ ആ പാപത്തിലൂടെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, പാപനിമിത്തം മരണം സകലരിലും വാണു എന്നാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സകലരിലും ആ മരണം സകലരിലും വാഴാനായിട്ട് തുടങ്ങി. അത് ഒരുവന്റെ ലംഘനത്താൽ അത് സകലരെയും വാഴുന്ന സാഹചര്യത്തിലേക്കാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വലിയ സന്തോഷം, പ്രത്യാശ ഏകന്റെ അനുസരണക്കേടുകൊണ്ട് നമുക്ക് അത് ആ വാക്യം വായിക്കാം. റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തില് 19-ാം വാക്യം, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പൊ ഇവിടെ പറയുന്നത് ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നതുപോലെ തേജസ് നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ ഏകന്റെ അനുസരണത്താൽ അനേകർ കർത്താവിൽ വാഴുന്ന നില. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ 12-ാം വാക്യം റോമാലേഖനം 5:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഏകന്റെ അനുസരണക്കേട് കൊണ്ട് പാപം ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക എങ്ങനെ? ഏക മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ട് എല്ലാവരും പാപം ചെയ്യും. അപ്പൊ കർത്താവ് തേജസ് ധരിക്കപ്പെട്ടവനായ ആദമിനെ ഹവ്വയെയും സകല സൃഷ്ടികളുടെയും കർത്തൃത്വത്തിലേക്ക്, അധികാരത്തിലേക്ക് പിടിച്ചുയർത്തി. അവരെ അങ്ങനെയാണ് കർത്താവ് ആക്കി വെച്ചിരുന്നത്. എന്നാൽ റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്ന 21-ാം വാക്യം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, തേജസ് അവർക്ക് ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ തേജസ് നഷ്ടപ്പെട്ടു പോയ മാനവജാതി നമുക്ക് ദൈവവചനത്തിൽ കാണുന്നത്, കർത്താവ് അവർക്ക് പ്രമാണത്തെ കൊടുത്തു. എന്തിനു വേണ്ടിയാ? ആ തേജസ്സിനെ മടക്കി പ്രാപിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ജീവനെ മടക്കി പ്രാപിക്കാനായിട്ട് കർത്താവ് അവർക്ക് പ്രമാണത്തെ കൊടുത്തു. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം. അതായത് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ജീവനായി നൽകിയ പ്രമാണം എനിക്ക് മരണഹേതുവായി തീർന്നു. ജീവനായിട്ട് നൽകിയത്, ജീവിപ്പിക്കുന്നതല്ല, ജീവനായി. ഇത് ചെയ്താൽ ജീവിക്കാം, അതായിരുന്നു പ്രമാണത്തിന്റെ ഉദ്ദേശം. അപ്പോ തേജസ് നഷ്ടപ്പെട്ടിയ മനുഷ്യന്, തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യന് തേജസ് വീണ്ടും പ്രാപിക്കാനായിട്ട് ദൈവം നൽകിയതാണ് കൽപ്പനകൾ. പക്ഷെ അവനത് നിവർത്തിക്കാൻ കഴിയാം. അപ്പൊ അങ്ങനെ തേജസ് ധരിച്ചവനായ ആദം പാപത്താൽ അനുസരണക്കേടിനാൽ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ വീണ്ടും ജീവൻ പ്രാപിക്കാനായിട്ട് നൽകിയ പ്രമാണം ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി. ന്യായപ്രമാണത്തിന് അത് കഴിയാതെ പോയി. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഉദ്ദേശിച്ചിരുന്നത്, അതായത് കർത്താവ് ഈ ന്യായപ്രമാണം നൽകിയതിലൂടെ അവരിൽ എന്ത് സംഭവിക്കുമെന്നാണോ ദൈവം ആഗ്രഹിച്ചത്, അത് സംഭവിക്കാതെ പോയവർക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോ അത് കഴിഞ്ഞു. ആ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അത് വിധിച്ചു എന്ന് തന്നെ എഴുതിയിരിക്കുന്നു, വിധിക്കുമെന്നല്ല, വിധിച്ചു. അപ്പൊ അങ്ങനെ വിധിക്കപ്പെട്ട മനുഷ്യന്റെ
ആ കർത്താവിന്റെ മരണപുനരുത്ഥാനം, ആദം തേജസ് ധരിച്ചവനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്യം ദൈവവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവായ യേശു ക്രിസ്തു ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസമായ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാഹിക്കുന്നവരെല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഞാൻ ആ വാക്യങ്ങളെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ അതിന്റെ 39-ാം വാക്യം, അവൻ അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എവിടെയാണ്? ഒന്നാമത്തെ ആദാം തേജസ് ധരിച്ചവനായിരുന്നു, എന്നാൽ ഒടുക്കത്തെ ആദാം തേജസ്കരിക്കപ്പെട്ടവനായിരുന്നു. തേജസ്കരിക്കപ്പെട്ടവൻ അതായത് ആദമിനെ കണ്ടാൽ, പുറമേ കണ്ടാൽ തേജസ് ധരിച്ചവൻ. അവൻ വേർത്തു എന്ന് കാണുന്നില്ല. വേർപ്പെന്ന് പറയുന്നത് വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായത്. ക്ഷീണിതനായി എന്ന് കാണുന്നില്ല, വിശന്നിരുന്നു എന്ന് കാണുന്നില്ല. കാരണം പുറമേ കണ്ടു കഴിഞ്ഞാൽ ദൈവിക ഭാവമുള്ളവനായിരുന്നു, മഹത്വം ധരിച്ചവനായിരുന്നു ആദാം. എന്നാൽ യേശുവിനെ പുറമേ കണ്ടാൽ അവൻ വേർത്തു, അവന് വിശന്നു, അവന് ദാഹിച്ചു, അവൻ ക്ഷീണിതനായി ഉറങ്ങി, അവൻ ചിരിച്ചു, അവൻ കരഞ്ഞു. ഇതെല്ലാം എഴുതിയിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. ആദമിനെ പുറമേ കണ്ടാൽ തേജസ് ധരിച്ചവൻ. എന്നാൽ യേശുവിനെ പുറമേ കണ്ടാൽ മനുഷ്യന്, സാധാരണ മനുഷ്യൻ, വിശക്കുന്നവനായ, ദാഹിക്കുന്നവനായ സാധാരണ മനുഷ്യൻ. എന്നാൽ ആദമിനെ കണ്ടാൽ തേജസ് ധരിച്ചവൻ. തേജസ് ധരിച്ചവൻ പുറമേ കണ്ടാൽ ദൈവത്തെ പോലെ, എന്നാൽ അകത്ത് അവൻ മനുഷ്യനാണ്. അകത്ത് അവൻ ലിവിങ് സോളാണ്. എന്നാൽ യേശുവിനെ കണ്ടാൽ, പുറമേ കണ്ടാൽ സാധാരണ മനുഷ്യൻ, പക്ഷെ അകത്ത് അവൻ തേജസ്കരിക്കപ്പെട്ടവനായിരുന്നു, ദൈവപുത്രനായിരുന്നു, ദൈവമായിരുന്നു. പ്രൈസ് ഗാഡ്. ശരിയാണ്, അവൻ വേർത്തു എന്നത് ശരിയാണ്, അവൻ കരഞ്ഞു എന്നത് ശരിയാണ്, അവന് വിശന്നു എന്നത് ശരിയാണ്. പക്ഷേ അവന്റെ മുമ്പിൽ ഭൂതങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. 6000 ഭൂതത്താൽ ബന്ധിക്കപ്പെട്ട ഒരുവന്റെ മുമ്പിൽ നിന്നപ്പോ യേശുക്രിസ്തു ഭയത്തോടെ അല്ല നിന്നത്. ആ ഭൂതങ്ങൾ ഒരുമിച്ച് എന്റെ കർത്താവിന് ഒരു വാക്കിന്റെ മുമ്പിൽ കീഴടങ്ങി. അവൻ കൽപ്പിച്ചപ്പോൾ കാറ്റും കടലും ശാന്തമായി. അവൻ തൊട്ടപ്പോൾ കുഷ്ഠരോഗി ശുദ്ധിയുള്ളവനായി. അവൻ ചേറ് പുരട്ടിയപ്പോ ജന്മനാ കുരുടനായവൻ കാഴ്ച ശക്തി പ്രാപിച്ചു. അവന്റെ വസ്ത്രം തൊട്ടപ്പോൾ 12 വർഷത്തെ രക്തസ്രാവം സൗഖ്യമാണ്. അവൻ കരം പിടിച്ച് ഉയർത്തിയപ്പോ മരിച്ച ആള് എഴുന്നേറ്റു. അവൻ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന പോലെ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. കാരണം പുറമേ കണ്ടാൽ അവൻ മനുഷ്യനാണ്, പക്ഷെ അകമേ തേജസ് ധരിച്ചവനല്ല, തേജസ്കരിച്ചവനാണ്, തേജസ്കരിക്കപ്പെട്ടവൻ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇവിടെ പറയുന്ന അന്ന് അവൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആത്മാവ് വന്നിട്ടില്ല. ഇതിന്റെ 12-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് അവർ എഴുതിയിരിക്കുന്നു എന്ന് തങ്ങൾ അവൻ എങ്ങനെ ചെയ്തു എന്ന് അവർക്ക് ഓർമ്മ വന്നു. എപ്പോഴാ? യേശു ക്രിസ്തുവിന്റെ ഓശാന ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ 23-ാം വാക്യം, യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ
തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. തേജസ്കരിക്കപ്പെടുന്ന നാഴികയെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് 24-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തങ്ങിയിരിക്കും, ചത്തുവെങ്കിലോ അത് വളരെ ഫലം കായ്ക്കും. അപ്പൊ തേജസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നതിനോട് ചേർന്ന് പറയുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുക. അപ്പൊ തേജസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരണ പുനരുത്ഥാനത്തെ കുറിച്ചാണ് തേജസ്കരണം എന്ന് പറഞ്ഞത്. തേജസ്കരിക്കപ്പെടുക. ഹല്ലേലൂയ. അപ്പൊ തേജസ്കരണം മരണ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നു. നമുക്ക് 1 പത്രോസിന്റെ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായത്തിൽ അത് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കും. അവിടെ യേശുക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ചേർത്ത് അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അതിന്റെ 1-ാമത്തെ അധ്യായം, 1 പത്രോസ് ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 21-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. അപ്പൊ ഇവിടെ തേജസ് കൊടുത്തു എന്നതിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത് തേജസ്കരിച്ചു. അപ്പൊ കർത്താവിന്റെ പ്രത്യേകത തേജസ് ധരിച്ചവനല്ല, തേജസ്കരിച്ചവൻ. അതായത് നമ്മള് ഒരു വസ്തുവിൽ വെള്ളം ഒഴിക്കുക എന്ന് പറയുമ്പോൾ ആ വസ്തുവും വെള്ളമായിട്ട് മിക്സ്ഡ്. പക്ഷെ വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ ഘടകങ്ങൾ വെള്ളം തന്നെയാണ്. തേജസ്കരിക്കപ്പെടുക എന്നതും തേജസ് ധരിക്കുക എന്ന് പറയുന്നതും തേജസ് കൊണ്ട് മൂടപ്പെടുക എന്ന് പറയുന്നത് അത് അകത്ത ആ വ്യക്തി അതുപോലെ തന്നെ നിന്നുകൊണ്ട് പുറമെ തേജസ്സിനാൽ പുതയ്ക്കപ്പെടുക, മൂടപ്പെടുക. എന്നാൽ യേശുക്രിസ്തു അങ്ങനല്ല, അകമയും പുറമെയും തേജസ്കരിക്കപ്പെട്ടവനായിട്ട് മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്, 1-ാമത്തെ ആദാം തേജസ് ധരിച്ചവനായിരുന്നു, എന്നാൽ ഒടുക്കത്തെ ആദാം തേജസ്കരിക്കപ്പെട്ടവനായിരുന്നു, തേജസ്സുള്ളവനായിരുന്നു. മരണപുനരുത്ഥാനത്തിലൂടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? ആ തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തില് അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് ആ വാക്യം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ വാക്യം അത് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. ആരെ? യേശുവിനെ. ആദാം പാപം ചെയ്ത് തേജസ്സും ബഹുമാനവും നഷ്ടപ്പെടുത്തി. തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ പാപം ചെയ്തപ്പോൾ ഇത് രണ്ടും നഷ്ടപ്പെടുത്തി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞത് മരണം അനുഭവിച്ചവനായ യേശു, എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചവനായ യേശു, ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു, മരണം അനുഭവിച്ചവനായ യേശു, നാം ഇന്ന് അവനെ കാണുന്നത് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. അതിന്റെ 10-ാം വാക്യം, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ആമേൻ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അപ്പൊ യേശുക്രിസ്തുവിന് മരണപുനരുത്ഥാനത്തിലൂടെ എന്ത് സംഭവിച്ചു? തേജസ്കരിക്കപ്പെട്ടു. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. തേജസ് ധരിച്ചവനല്ല, തേജസ്കരിക്കപ്പെട്ടവൻ. അപ്പൊ 1-ാമത്തെ ആദാം തേജസ് ധരിച്ചവനായിരുന്നു, ഒടുക്കത്തെ ആദാം തേജസ്കരിക്കപ്പെട്ടവനായിരുന്നു. ഇങ്ങനെ തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചവനായ, മരണം ആസ്വദിച്ചവനായ അവൻ. 10-ാം വാക്യത്തിൽ പറയുന്നു അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അതായത് യേശു പ്രാപിച്ച തേജസ്കരണത്തിലേക്ക് നിങ്ങളെയും എന്നെയും നടത്തി. അതുകൊണ്ടാണ്
നമ്മൾ ഈ വചനത്തിൽ വായിക്കുമ്പോൾ തേജസ് ധരിച്ചു എന്ന് പറയുന്നതും തേജസ്കരിച്ചു എന്ന് പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. റോമാലേഖനത്തിന്റെ അതിന്റെ 8-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തില് അതിന്റെ 29-30 വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാക്കേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. 30-ാം വാക്യം, മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിച്ചത് അവൻ തേജസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം കാണുന്നത് മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അതായത് പുത്രൻ തേജസ്കരിക്കപ്പെട്ടവനായിരുന്നു, അതുപോലെ നാമും തേജസ്കരിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, ആമേൻ. തേജസ് ധരിച്ച ആദാമിന്റെ കൂടെ അല്ല നമ്മള്, തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ കൂടെ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് തേജസ് ധരിച്ചവനും തേജസ്കരിക്കപ്പെട്ടവനുമായുള്ള വ്യത്യാസം? അതായത് തേജസ് ധരിച്ചവൻ പുറമെ ദൈവത്തെ പോലെയാണ്, പുറമെ അവൻ എന്തൊക്കെയാണ്, പക്ഷെ അകത്ത് അവൻ ബലഹീനനാണ്. എന്നാൽ തേജസ്കരിക്കപ്പെട്ടവനെ പുറമെ കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കത്തില്ല, പക്ഷെ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ അവന്റെ അകത്തുണ്ട്. ദൈവത്തിന്റെ ജീവൻ അവന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ആമേൻ, ക്രിസ്തുവിനോടുകൂടെ, ആമേൻ, ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം പറയുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ അവനോട് സ്നാനമേറ്റു. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് അവനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇത് രണ്ടും സംഭവിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ്? യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച് സ്നാനപ്പെട്ടപ്പോ, യേശുവിലേക്ക് ആയിത്തീർന്നപ്പോ, ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്നാനത്തിന്റെ പ്രായവും ഘടകങ്ങളും സ്ഥലവും സാഹചര്യങ്ങളും സന്ദർഭവും പ്രായവും പരിധിയും എല്ലാം നോക്കി നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, സ്നാനത്തിലൂടെ നടക്കുന്ന വലിയ പ്രക്രിയ എന്താണെന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഇവിടെ പറയുന്നത് സ്നാനത്താൽ അവനോട് കൂടെ അടക്കം ചെയ്തു, അവനോടുകൂടെ മരിച്ചു. അതായത് ഹല്ലേലൂയ, തേജസ്കരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ മരിച്ചു എന്നല്ല, പുനരുത്ഥാനം ചെയ്തു എന്നാണ്. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 4-ാം വാക്യവും 5-ാം വാക്യവും എല്ലാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ആകിയാൽ ഹല്ലേലൂയ, നിങ്ങൾ ഞാനും തേജസ് ധരിച്ചവരല്ല, തേജസ്കരിക്കപ്പെട്ടവരാ, അകത്ത് പുത്രത്വം വഹിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ പുറമേയുള്ള അവസ്ഥകളെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ ചെറുതായി കാണരുത്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചെറുതായി ചിന്തിക്കരുത്. നിങ്ങളുടെ പുറമേയുള്ള, ആമേൻ, ഹല്ലേലൂയ, അവസ്ഥകൾ, ബലഹീനതകൾ, കുറവുകൾ ഒക്കെ കണ്ടിട്ട് ഞാൻ കൊള്ളത്തില്ലാത്തവനാ, എന്റെ വിദ്യാഭ്യാസ യോഗ്യത വളരെ ചെറുതാണ്, ഞാൻ ശാരീരികമായിട്ട് ഇന്ന വിധത്തിൽ വൈകല്യങ്ങൾ എനിക്കുണ്ട്, ഞാൻ മറ്റുള്ളവരെ പോലെ ഭാഷാ പ്രാവീണ്യമുള്ളവനല്ല, സംസാരത്തിൽ പ്രാവീണ്യമുള്ളവനല്ല, ഞാൻ സാമർഥ്യമുള്ളവനല്ല. പുറമേ ഉള്ളത് നിങ്ങൾ നോക്കി നിങ്ങളെ തെറ്റായി നിങ്ങൾ വിലയിരുത്തരുത്. പകരമായി നിങ്ങൾ തിരിച്ചറിയണം, തേജസ്കരിക്കപ്പെട്ടവന്റെ പ്രത്യേകത അകത്തവൻ ദൈവത്തിന്റെ ഭാവമുള്ളവനാണ്, ദൈവത്തിന്റെ ആത്മാവിനെ ചുമക്കുന്നവനാണ്. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് അവൻ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ 16-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ്, ആമേൻ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണ്, നിങ്ങൾ തേജസ്കരിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ അകത്ത്, ആമേൻ, ദൈവത്തിന്റെ, ആമേൻ, പുത്രത്വം നിങ്ങളുടെ അകത്തുണ്ട്, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്, ദൈവിക ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളെ ചെറുതായി ചിന്തിക്കാതെ നിങ്ങളിലുള്ള ദൈവിക ഭാവത്വവും തിരിച്ചറിയാമോ, ദൈവിക ശക്തിയെ നിങ്ങളും തിരിച്ചറിയാമോ? അതെ, ഹല്ലേലൂയ, നിങ്ങൾ അസാധാരണ വ്യക്തിത്വമുള്ളവരായിട്ട് മാറും, സാഹചര്യങ്ങളെ മറികടക്കുന്നവരായി മാറും.
നിങ്ങൾ ജയാളികളായി തീരും. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി. അതുകൊണ്ട് തേജസ് ധരിച്ചിരുന്ന ആദമിനെ പോലെയല്ല, ഒന്നാമത്തെ ആദമല്ല, തേജസ്കരിക്കപ്പെട്ട ഒടുക്കത്തെ ആദാമിനോട് കൂടെയാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിന്റെ മുമ്പിലും പതറേണ്ട. നിങ്ങൾക്ക് വചനം ഇങ്ങനെ പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ധൈര്യത്തോടെ മക്കളാണെന്നുള്ള പദവിയോടെ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമോ? നിങ്ങളൊരു അനുഗ്രഹമായി തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഇപ്പോൾ കേൾപ്പിച്ച ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ തേജസ് ധരിച്ചിരുന്ന ഒന്നാമത്തെ ആദാമിനെ പോലല്ല, തേജസ്കരിക്കപ്പെട്ട ഒടുക്കത്തെ ആദാമിനെ പോലെയാ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആ തേജസ്കരിക്കപ്പെട്ടവന്റെ മനോഭാവത്തോടെ കാര്യങ്ങളെ കാണാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അവർ തേജസ്കരിക്കപ്പെട്ടത് നിമിത്തം അവരിൽ വെളിപ്പെടേണ്ട സൗഖ്യം, അവരിൽ വെളിപ്പെടേണ്ട നീതിബോധം, അവരിൽ വെളിപ്പെടേണ്ട പുത്രത്വത്തിന്റെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യട്ടെ, വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ബലഹീനതകളെല്ലാം അവരുടെ ശരീരങ്ങളെ വിട്ടുമാറട്ടെ. സകല ബലഹീനതകളും, അത് പാരമ്പര്യമായി വന്നതോ, ആമേൻ, കാര്യങ്ങളുടെ ഡിസോർഡർ കൊണ്ട് വന്നതോ, അനുസരണക്കേട് കൊണ്ട് വന്നതോ, ക്രമമില്ലായ്മ കൊണ്ട് വന്നതോ എന്തുവാകട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തില് ആ ശരീരങ്ങളിൽ നിന്ന് ആ രോഗത്തിന്റെ ശക്തി, ആ രോഗ സിംറ്റം ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ഇത് സംഭവിക്കട്ടെ. പൂർണ്ണമായ വിടുതൽ അവരിൽ ഉണ്ടാകട്ടെ. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ പ്രൊവിഷൻ അവർക്ക് വേണ്ടി കർത്താവ് കൊടുത്ത് സ്വർഗം അവരെ മാനിച്ചതിനായിട്ട് നന്ദി. കർത്താവ് അനുഗ്രഹമാക്കി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തേജസ് ധരിച്ചിരുന്ന ആദാം വീണുപോയി, തെറ്റുപറ്റി. പക്ഷെ തേജസ്കരിക്കപ്പെട്ട യേശു ആർക്കും തൊടാൻ പറ്റില്ല, അവനെ തൊടാൻ പറ്റത്തുമില്ല. നിങ്ങൾ തേജസ് ധരിച്ച ആദമിന്റെ സന്തതികളല്ല, തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിലാണ് നിങ്ങൾ, ഞാൻ. യെസ്. അതുകൊണ്ട് ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖല മടുത്തും തളർന്നും മതി എന്ന നിലയിൽ നിങ്ങൾ ഇരിപ്പുണ്ടോ? വിട്ടുകൊടുക്കരുത്. തേജസ്കരിക്കപ്പെട്ടവരാന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ സാഹചര്യങ്ങളുടെ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, അതിനെ മറികടക്കുന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ അസാധാരണമായ നിലയിൽ ഉപയോഗിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.